വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. നമ്മൾ HTML, CSS, ബൂട്ട്സ്ട്രാപ്പ്, ഫോണ്ടോസം ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജീസ് പഠിച്ചു അല്ലേ. ഇനി ഒരു വെബ് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് എൻഡും പഠിക്കണം, അതേപോലെ ബാക്ക് എൻഡും പഠിക്കണം. ഫ്രണ്ട് എൻഡിൽ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വെബ് ഡെവലപ്മെന്റിന്റെ ആ ഒരു ടെക്നോളജി കോമ്പിനേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതിൽ ഒന്ന് HTML ആണ്, രണ്ടാമത്തത് CSS ആണ്. ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത് CSSന്റെ ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ലൈബ്രറിയാണ്, അത് എക്സ്ക്ലൂഡ് ചെയ്യാം. പിന്നെ ഉള്ളത് മൂന്നാമത്തത് മാൻഡേറ്ററി ആയിട്ടുള്ളത് ജാവാസ്ക്രിപ്റ്റ് ആണ്. എന്തിനാണ് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫംഗ്ഷനാലിറ്റിക്കാണ്. നമ്മൾ പറഞ്ഞു HTML എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ ആണ്. നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചർ ആദ്യം ഉണ്ടാക്കും അല്ലേ. അതേപോലെ തന്നെയാണ് HTML ഒരു വെബ് ആപ്ലിക്കേഷന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതാണ്. ഇനി CSS ആണെങ്കിൽ HTMLന്റെ നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കിയതിന് സ്റ്റൈല് കൊടുക്കുന്നതാണ്. ഒരു ബിൽഡിങ്ങിന് നമ്മൾ പെയിന്റ് ചെയ്യും, ഇന്റീരിയർ ചെയ്യും അല്ലേ. അതേപോലെ തന്നെ CSS എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വെബ് ആപ്ലിക്കേഷന്റെ സ്റ്റൈലിംഗ് ചെയ്യുന്ന കമ്പോണന്റ് ആണ് CSS പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫംഗ്ഷനാലിറ്റീസ് വേണം. അതായത് നമുക്ക് ഒരു ബിൽഡിങ്ങിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ലൈറ്റിംഗ്, ഇലക്ട്രിസിറ്റി ഉള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യണം അല്ലേ. അപ്പൊ അതേപോലെയുള്ള ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1995 ബ്രെൻഡൻ ഈച്ച് എന്ന് പറയുന്ന ഒരു ഡെവലപ്പറാണ്. ബ്രെൻഡൻ ഈച്ച് നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ബ്രൗസർ ഡെവലപ്പ് ചെയ്ത ഒരു കമ്പനിയാണ്. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒരു ജാവാസ്ക്രിപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം ബ്രെൻഡൻ ഈച്ച് മോസില്ല, അതായത് നമ്മൾ ഫയർഫോക്സ് ബ്രൗസറിന്റെ കമ്പനി, അതിന്റെ പാർട്ടായിരുന്നു. അതിനുശേഷം പുള്ളി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ബ്രേവ് ബ്രൗസർ എന്ന് പറയുന്ന ഒരു ബ്രൗസറിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. 1997 ജാവാസ്ക്രിപ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ആയത്. അതായത് ഒരു ടീമൊക്കെ വന്ന് ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്യണമല്ലോ, അക്രോസ് ദ ബ്രൗസർ ഒരേപോലെ വർക്ക് ചെയ്യണം എന്ന രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ആയി മാറിയത് 1997. അങ്ങനെ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അന്നൊക്കെ ജാവ ഫെമിലിയർ ആയതുകൊണ്ടാണ് ആ ഒരു സിമിലർ ആയിട്ടുള്ള പേര് കൊടുത്തത്, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പേര് കൊടുത്തത്. പക്ഷെ ജാവയും ജാവാസ്ക്രിപ്റ്റും തമ്മിൽ റിലേഷൻ ഒന്നുമില്ല. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതായത് നമ്മൾ ബ്രൗസറിലാണ് അത് വർക്ക് ചെയ്യുക. ഇപ്പോൾ സെർവറിൽ വർക്ക് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, അതായത് നോഡ് JS ആണ്. അത് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നിലവിൽ ഒരു ജാവാസ്ക്രിപ്റ്റ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതൊരു ക്ലയന്റ് സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതല്ലെങ്കിൽ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് വന്ന ഒരു ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റിന്റെ സ്റ്റാൻഡേർഡ് നെയിം എന്ന് പറയുന്നത് എക്മാസ്ക്രിപ്റ്റ് ആണ്. അതായത് ഈ സ്റ്റാൻഡേർഡ് ഒരു ടീം, ഒരു കമ്മിറ്റി ഉണ്ടാവും. ആ ഒരു കമ്മിറ്റി ഡിസൈഡ് ചെയ്യും ഏതൊക്കെ ഫംഗ്ഷനാലിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ. ആ ഒരു സ്റ്റാൻഡേർഡ് പറയുന്ന പേരാണ് എക്മാസ്ക്രിപ്റ്റ്. ഓരോ വർഷം ജാവാസ്ക്രിപ്റ്റിൽ ഓരോ അഡീഷണൽ ഫംഗ്ഷനാലിറ്റീസ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വേർഷൻ എന്ന് പറയുന്നത് ES6 അല്ലെങ്കിൽ ES7 ആണ്. ES6 ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2015 എക്മാസ്ക്രിപ്റ്റിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ES ആണ്. ES6 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു വേർഷൻ എന്ന് പറയുന്നത്. അത് 2015 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ 2015 ES6 വന്നപ്പോൾ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സും ചേഞ്ചസും വന്നിട്ടുണ്ട്. അതിനുശേഷം എല്ലാ വർഷവും അഡീഷണൽ ഫംഗ്ഷനാലിറ്റീസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റിന് അപ്പുറത്തേക്ക് നമ്മളൊരു വെബ്സൈറ്റിന് അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ് ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിന് അഡീഷണൽ ഫംഗ്ഷനാലിറ്റീസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. അതായത് ഡൈനാമിക് ആയിട്ട് ഒരു യൂസർ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പോപ്പപ്പ് വന്നിട്ട് ഒരു കൺഫർമേഷൻ ചോദിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വാലിഡേഷൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബട്ടന്റെ കളർ മാറണം, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറണം, ആനിമേഷൻ ചെയ്യണം. ഇങ്ങനെയുള്ള ഫംഗ്ഷനാലിറ്റീസിന് വേണ്ടിയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിവിടെ എൻ്റെ ഒരു ബ്രൗസറിൽ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ VS കോഡിൽ ക്രിയേറ്റ് ചെയ്തൊരു ഫയലാണ്. ഒരു HTML ഫയൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ബൂട്ട്സ്ട്രാപ്പിന്റെ CSS ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട്. അതിന്റെ ആവശ്യം നിർബന്ധമില്ല. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ CSS പാർട്ടിൽ നമ്മൾ നോക്കിയതുപോലെ CSS നമ്മൾ കണ്ടു 3 രീതിയിൽ നമുക്ക് CSS ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇൻലൈൻ സ്റ്റൈലിംഗ്, ഇതേപോലെ സ്റ്റൈല് നമുക്ക് ഇൻലൈൻ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഹെഡ് സെക്ഷനിൽ നമുക്ക് സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എക്സ്റ്റേണൽ ഫയലായിട്ട് നമുക്ക് ചെയ്ത് CSS ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് 2 രീതിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഒന്ന് ഇന്റേണൽ ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് ടാഗ് കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ചെയ്യാം. രണ്ടാമതൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫയൽ സ്ക്രിപ്റ്റ് ടാഗിന്റെ SRC ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ജാവാസ്ക്രിപ്റ്റ് 2 രീതിയിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒന്ന് നിങ്ങൾക്ക് ഹെഡ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഹെഡിന്റെ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലെങ്കിൽ ബോഡി ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ബാക്കി എല്ലാ എലമെന്റ്സും കഴിഞ്ഞതിന് ശേഷം ബോഡി ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഡിഫറൻസ് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് ആണ് ജാവാസ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്റേണൽ ആയിട്ട് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്യും. എന്നിട്ട് അതിന്റെ ഉള്ളിലാണ് നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ്
എഴുതാൻ പോകുന്നത്. ഇനി അതല്ല നിങ്ങളൊരു സെപ്പറേറ്റ് ഫയലിലാണ് നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, CSS പോലെ തന്നെ ഒരു എക്സ്റ്റേണൽ ഫയലിലാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന JS എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഫോൾഡറിൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഉണ്ടാക്കാം. അതായത് ആപ്പ് എന്നാണ് എൻ്റെ ഫയലിൻ്റെ പേരെങ്കിൽ app.js എന്നായിരിക്കണം എക്സ്റ്റൻഷൻ. ആ എക്സ്റ്റൻഷൻ ഒരു ഫയൽ ഉണ്ടാക്കിയിട്ട് ആ ഫയൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ആയിരുന്നെങ്കിൽ ഇവിടെ ഈ സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ ഇവിടെയാണ് നിങ്ങൾ കോഡ് എഴുതുക. അതിന് പകരം നിങ്ങൾ ആ ഫയലിൽ കോഡ് എഴുതിയിട്ട് ആ സ്ക്രിപ്റ്റിന് SRC ആക്കിയിട്ട് കൊടുക്കുക. സോഴ്സ് ആക്കിയിട്ട് സോഴ്സ് നിങ്ങൾ JS/app.js അതൊരു സോഴ്സ് ആയിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ ഇൻക്ലൂഡ് ചെയ്യുന്ന ഹെഡ് സെക്ഷനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡി ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പോ ആയിട്ട് ചെയ്യാൻ പറ്റും. എന്തിനാണ് ഇങ്ങനെ ബോഡി ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ ഹെഡിൽ കൊടുക്കുന്ന സമയത്ത് ബ്രൗസർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഹെഡിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഫയൽസും ഡൗൺലോഡ് ചെയ്യും. നിങ്ങൾ ബ്രൗസറിലേക്ക് ഡൗൺലോഡ് ചെയ്യും. ആദ്യം ഈ CSS ഫയൽ, ബൂട്ട്സ്ട്രാപ്പിന്റെ CSS ഫയൽ ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ഈ CSS ഫയലിൽ വേറെ ഫോണ്ട് ഫയൽസ് അതേപോലെ ഇമേജ് ഫയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അടുത്ത സ്ക്രിപ്റ്റ് എന്താണോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്, അതായത് ഈ സ്ക്രിപ്റ്റ് ആണ്, നമ്മളെ ജാവാസ്ക്രിപ്റ്റ് ഫയലാണ്. ഈ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യും. അതിനുശേഷം മാത്രമേ നമ്മൾ HTML കണ്ടന്റ് റെൻഡർ ആവുകയുള്ളൂ. ഈ ECMAScript എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് പോലും റെൻഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കണ്ടന്റ്സ് ഒക്കെ ലോഡ് ചെയ്യണം. ഈ കണ്ടന്റ്സ് ഒക്കെ ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ അത് റെൻഡർ ആവുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു വലിയൊരു സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് ജാവാസ്ക്രിപ്റ്റും CSSഉം ഇമേജസും ഒക്കെ ഉണ്ടാവും. വലിയ സോഫ്റ്റ്വെയർസിലൊക്കെ നമ്മളൊരു വലിയൊരു വെബ് ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് ജാവാസ്ക്രിപ്റ്റും CSS ഫയൽസും ഇമേജ് ഫയൽസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഹെഡ് സെക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളൊരു വെബ് പേജ് ലോഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. അപ്പോൾ യൂസേഴ്സ് വെയിറ്റിംഗ് ആയിരിക്കും, അവർക്കൊന്നും കാണാൻ പറ്റില്ല കണ്ടന്റ്. അപ്പോൾ അതിന് പകരം നമ്മൾ CSS മാത്രം ടോപ്പിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ബോട്ടം കൊടുക്കും. ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനാലിറ്റിയാണ്. അപ്പോൾ അതുവരെ അതിൽ CSS ലോഡ് ആയതിനു ശേഷം അവർക്ക് നമ്മൾ യൂസേഴ്സിന് കണ്ടന്റ്സ് കാണാൻ പറ്റും. അതായത് ഒരു വെബ് പേജ് കാണാൻ പറ്റും. ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യില്ലെങ്കിൽ പോലും ഒരു വെബ് പേജ് അവർക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഒരു ടേബിൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൈഡ് ബാർ ഉണ്ട്. ഇങ്ങനെയുള്ള HTML സ്ട്രക്ചർ അറ്റ്ലീസ്റ്റ് കാണാൻ പറ്റും. അതിന്റെ സ്റ്റൈലും കാണാൻ പറ്റും. അതിനുശേഷം ഫംഗ്ഷനാലിറ്റി നമ്മൾ എല്ലാ കണ്ടന്റ് ലോഡ് ചെയ്തതിനു ശേഷം ജാവാസ്ക്രിപ്റ്റ് ലോഡായി പിന്നെ ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യും. അതാണ് ഒരു റീസൺ ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾ ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള, ബോഡിന്റെ ഹെഡിന് പകരം ബോഡിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ അതാണ്. പെർഫോമൻസ് പിന്നെ യൂസർ എക്സ്പീരിയൻസ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് നമുക്ക് കൂടുതൽ നമ്മൾ HTML ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും. അതായത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ എന്താണ് പറയുന്നത്, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ജാവാസ്ക്രിപ്റ്റ് കോഡ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ജാവാസ്ക്രിപ്റ്റിന് ആ ഒരു HTML ലോഡ് ചെയ്തതിന് ശേഷം വന്നിട്ടേ കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ HTML ലോഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ ബോഡീന്റെ സെക്ഷനിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ റീസൺ. അതുകൊണ്ട് നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുക. ബോഡി ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. വേറെ ഡിവിന്റെ ഉള്ളിലൊന്നും ഇൻക്ലൂഡ് ചെയ്യരുത്. ഞാനിവിടെ എൻ്റെ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഞാനിവിടെ അലേർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ എന്താണെന്നുള്ള നമുക്ക് ഡിസ്കസ് ചെയ്യാം. അലേർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് ജാവാസ്ക്രിപ്റ്റിൽ. അപ്പൊ അതിലേക്ക് ഞാൻ അലേർട്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഞാൻ ഹലോ എന്ന് പാസ് ചെയ്യാണ്. അതിനുശേഷം ആ ഫയൽ നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ HTML ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ബ്രൗസർ റീഫ്രഷ് ചെയ്യാണ്. റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പോപ്പപ്പ് വരും. ഇതാണ് അലേർട്ട് എന്ന് പറയുന്ന ഒരു പോപ്പപ്പ് വന്നിട്ട് അതിൽ നമ്മൾ എന്താണോ കൊടുത്തത്, ഹലോ എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഹലോ എന്നുള്ളത് ഇവിടെ പ്രിന്റ് ചെയ്താണ്. ഒരു ഓക്കെ ബട്ടൺ ഉണ്ടാവും. ആ ഒരു ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. ഇതാണ് ഒരു ജാവാസ്ക്രിപ്റ്റിലെ ഒരു കണ്ടന്റ് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കൺസോളിലേക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വെബ് ബ്രൗസറിന്റെ കൺസോളിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻസ്പെക്ടർ കഴിഞ്ഞിട്ട് കൺസോൾ എന്ന് പറയുന്ന ടാഗ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതാൻ പറ്റും. പക്ഷെ അത് ജാവാസ്ക്രിപ്റ്റ് ഫയൽ സേവ് ആവില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതാം. അതായത് ഞാനിവിടെ ഒരു എക്സ്പ്രഷൻ, ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഒക്കെ ജാവാസ്ക്രിപ്റ്റിൽ വർക്ക് ആവും. ഞാൻ 1+4 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് 5 എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ജാവാസ്ക്രിപ്റ്റ് വർക്ക് ആവുന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇവിടെയും എനിക്ക് അലേർട്ട് കൊടുക്കാൻ പറ്റും. അലേർട്ട് ഫ്രം കൺസോൾ. അങ്ങനെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, റൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു കൺസോളിൽ നിന്നുള്ള അലേർട്ടും എനിക്ക് വരുന്നുണ്ട്. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കൺസോളിൽ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതാൻ പറ്റും. അപ്പൊ ഈ കൺസോളിലേക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഔട്ട്പുട്ട് ചെയ്യണം. നമ്മളൊക്കെ ഒരു വെബ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡീബഗ് ചെയ്യേണ്ടി വരും. നമ്മളൊരു ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഏരിയയിൽ എത്തുന്ന സമയത്ത്, കോഡിന്റെ ഓരോ ലൈനിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഓരോ വാല്യൂസ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ആയിട്ട് കൺസോളിലേക്ക് നമുക്ക് റൈറ്റ് ചെയ്യും. കൺസോളിൽ റൈറ്റ് ചെയ്തിട്ട് എന്താണ് അവിടെ വാല്യൂസ് വരുന്നത് എന്നുള്ളത് നോക്കും. ഇപ്പോൾ ഡെവലപ്പേഴ്സ് ആവുന്ന സമയത്ത് നമുക്ക് കൺസോളാണ് ചെക്ക് ചെയ്യുക. യൂസേഴ്സിന് ഇങ്ങനെ അലേർട്ട് കൊടുത്ത് ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം നമ്മൾ കൺസോളിലേക്ക് എന്തെങ്കിലും ലോഗ് ചെയ്തിട്ട്
ചെയ്തിട്ട് അത് ചെക്ക് ചെയ്യും. അപ്പൊ അതിനുള്ള കോഡാണ് console.log എന്ന് പറയുന്നത്. console.log അതായത് കൺസോളിലേക്ക് എന്തെങ്കിലും ലോഗ് ചെയ്യുക. ജസ്റ്റ് 1 എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്, ഒരു ടെക്സ്റ്റ് ആണ് ഞാൻ കൺസോളിലേക്ക് ലോഗ് ചെയ്യുന്നത്. ഞാൻ ബ്രൗസർ റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് എന്റെ കൺസോളിൽ 1 എന്ന് പറഞ്ഞ് ലോഗ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ഏത് ഫയലിൽ നിന്നാണ് app.jsൽ ലൈൻ നമ്പർ 3 ആണ് എന്നാണ് പറയുന്നത്. അതെ, ലൈൻ നമ്പർ 3 എന്നാണ് വന്നത്, അതിവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൺസോളിൽ നിങ്ങൾക്ക് ലോഗ് അല്ലാതെ നിങ്ങൾക്ക് വേറെ രീതിയിലും കണ്ടന്റ്സ് റെൻഡർ ചെയ്യാൻ പറ്റും. console.info കൊടുത്തു. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് console.warn, പിന്നെ console.error. ഞാൻ എന്റെ ബ്രൗസർ റീഫ്രഷ് ചെയ്ത സമയത്ത് എനിക്ക് ആ ഒരു 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നമ്മൾ കൺസോളിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് 1 എന്ന് പറയുന്നത് കൺസോൾ ലോഗ് ആണ്, ഇതൊരു ടെക്സ്റ്റ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, ഐക്കൺസ് ഒന്നുമില്ല. രണ്ടാമത് നമ്മൾ കൊടുത്ത് ഇൻഫോ ആണ്, console.info. 2 എന്ന് പറയുന്ന ടെക്സ്റ്റ് ഒരു ഇൻഫർമേഷൻ ഐക്കണിന്റെ കൂടെ വന്നിട്ടുണ്ട്. മൂന്നാമത് നമ്മൾ കൊടുത്തൊരു വാർണിംഗ് ആണ്, ഒരു വാർണിംഗ് ഐക്കണും അതേപോലെ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ട് കളറിലാണ് ഒരു ടെക്സ്റ്റ് വന്നിട്ടുള്ളത്. നാലാമത് നമ്മൾ കൊടുത്ത ഒരു എറർ ആണ്. അപ്പൊ അതിന് നമ്മളെ എററിന്റെ ഐക്കൺ ഉണ്ട്, ആ ഒരു റെഡ് കളറിലാണ്. പിന്നെ അതേപോലെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഫയലിന്റെ ലിങ്ക് കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഇത്രയും പ്രിന്റ് ഓപ്ഷൻസ് നിങ്ങൾ കൺസോളിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ബ്രൗസേഴ്സിൽ ഈ ലോഗ് ഏതൊക്കെ കാണണം എന്നുള്ളത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ബ്രൗസറിന്റെ കൺസോളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ എനിക്കിവിടെ എന്റെ ഫയർഫോക്സ് ആണ്, ഇതേപോലെ തന്നെ സിമിലർ ആയിട്ട് നിങ്ങൾക്ക് ക്രോമിലും ഉണ്ടാവും. എറർസ്, വാർണിംഗ്, ലോഗ്, ഇൻഫോ, ഡീബഗ്, അങ്ങനെ അതേപോലെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതിൽ ഞാൻ വാർണിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺസെലക്ട് ആയിട്ടുണ്ട്, വാർണിംഗ് എനിക്ക് കാണണ്ട. അപ്പോൾ ഞാൻ ഇവിടെ കൺസോളിൽ വാർണിംഗ് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണുന്നില്ലെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾക്ക് ഉറപ്പുവരുത്തുക നിങ്ങൾ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇനി അടുത്തൊരു ഓപ്ഷൻ ഉള്ളതാണ് console.debug. ഇതും നമ്മളെ കൺസോൾ ഇൻഫോ പോലെ തന്നെയുള്ള ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യുന്ന ഓപ്ഷനാണ്. നമ്മൾ ഡീബഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഡീബഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ നമുക്ക് കൺസോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കൺസോളിലുള്ള എല്ലാ ലോഗ് ചെയ്ത പ്രിന്റ് ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് console.clear എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കും. console.clear എന്ന് പറഞ്ഞ പാരാന്തസിസ് ഓപ്പൺ ചെയ്തു ജസ്റ്റ് ക്ലോസ് ചെയ്യുക, അതിലേക്കൊന്നും പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ കൺസോൾ ക്ലിയർ ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് റെൻഡർ ചെയ്യും, കൺസോൾ വാസ് ക്ലിയർഡ്. അത് എവിടെ നിന്നാണ് ക്ലിയർ ചെയ്തെന്നുള്ള നമുക്ക് ലൈനൊക്കെ കാണാൻ പറ്റും. app.jsൽ ലൈൻ നമ്പർ 8 ക്ലിയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കണ്ടന്റ് നമുക്ക് ബ്രൗസറിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലേർട്ട് ചെയ്യാം. അലേർട്ട് ഒന്ന് ഒരു പോപ്പപ്പ് ആയിട്ട് വരുന്നതാണ്. രണ്ടാമത് ഡെവലപ്പർ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാണിക്കണം എന്നുണ്ടെങ്കിൽ കൺസോളിലേക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ജാവാസ്ക്രിപ്റ്റിൽ നിങ്ങളെ കോഡ് നിങ്ങൾക്ക് കമന്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സിംഗിൾ ലൈൻ, ഒരു ലൈന് കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് //2 കഴിഞ്ഞാൽ ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈനിലുള്ള കോഡ് കമന്റ് ആയിട്ടുണ്ടാവും. അതായത് ആ കോഡ് എന്തെങ്കിലും റൺ ആവില്ല, അതായത് ഇങ്ങനെ കൺസോൾ ലോഗ് ഒന്നും വരില്ല. പക്ഷെങ്കിൽ ആ കോഡ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും, പിന്നീട് നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാൻ പറ്റും. നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മെയിൻറ്റനബിലിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അതായത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വേറൊരു ഡെവലപ്പേഴ്സിന് പെട്ടെന്ന് മനസ്സിലാക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നീട് അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബഗ് ഫിക്സ് ചെയ്യണമെങ്കിലോ ഒക്കെ എളുപ്പമായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയിമിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ കറക്റ്റ് ഫോളോ ചെയ്യുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട് ക്യാമൽ കേസ് യൂസ് ചെയ്യാനും മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിം കൊടുക്കാനും ഷോർട്ട് ആയിട്ടുള്ള നെയിം കൊടുക്കാനൊക്കെ പറയാറുണ്ട് നമ്മൾ വേരിയബിൾസിനും ക്ലാസ്സിനും ഐഡീസിനും ഒക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കോഡ് ഏതെങ്കിലും ഒരു കോഡ് എന്തിനാണ് ചെയ്തെന്നുള്ളത് പ്രോപ്പറായിട്ട് കമന്റ് ചെയ്തിരിക്കണം. അങ്ങനെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഓപ്ഷൻ ഉണ്ട്. ജാവാസ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് ഒരു സിംഗിൾ ലൈൻ കമന്റ് ചെയ്യാനാണെങ്കിൽ 2 ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ലൈന് കമന്റ് ആയിട്ടുണ്ട്. അതിന് മൾട്ടിപ്പിൾ ലൈനാണ് നിങ്ങൾ കമന്റ് ചെയ്യുന്നെങ്കിൽ ഒരു /* പിന്നെ ലാസ്റ്റ് */ ഇതിൻ്റെ ഉള്ളിലുള്ള കോഡുകൾ കമന്റഡ് ആയിരിക്കും. അതായത് ആ ഒരു കോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കമന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷെ ആ കോഡ് നിങ്ങൾക്ക് ബ്രൗസറിൽ എക്സിക്യൂട്ട് ആവുകയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമന്റ്സ് യൂസ് ചെയ്യുന്നത്. ഞാൻ എന്റെ അലേർട്ടും കൺസോളും ഒക്കെ കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബ്രൗസർ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ കൺസോൾ ഒന്നും വന്ന് കാണുന്നില്ല, കാരണം നമ്മളിത് കമന്റ് ചെയ്ത് വെച്ചാണ്, അത് വർക്ക് ആവുകയില്ല.